Hello dear students, so ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്സിന് 4 മാർക്കിന് ചോദിക്കുന്ന മാപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വർക്കൗട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2022 23 പല എക്സാമുകളുടെയും മാപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ +1 ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് മാപ്പ് ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണ് എന്നെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ്. കാരണം 4 മാർക്കാണ് മാപ്പ് ക്വസ്റ്റ്യൻസിനുള്ളത്. മിക്കപ്പോഴും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിന് കാര്യം എളുപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അല്ലേ അറിയാമെങ്കിൽ 4 ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ അടയാളപ്പെടുത്തി ഈസിയായി സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാപ്പ് ക്വസ്റ്റ്യൻ. പക്ഷേ പലരും എന്ത് ചെയ്യുന്നില്ല, അറ്റൻഡ് ചെയ്യാതെ വിടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കുക, അശ്രദ്ധ കാരണമൊക്കെ തെറ്റിക്ക് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടാതെ വരികയും ചെയ്യും അല്ലേ. അങ്ങനെ ഒരു സാഹചര്യം മാപ്പ് ക്വസ്റ്റ്യൻസിന് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിൽ 5 ചോദ്യത്തിൽ 4 അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ മാപ്പ് ക്വസ്റ്റ്യൻസ് പലരും സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുതൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലും മാപ്പ് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും മാപ്പ് ക്വസ്റ്റ്യൻസിൽ. കാരണം നല്ല രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. കാരണം ഇതിലുള്ള ഓരോ മാപ്പുകളും നിങ്ങളും ഒരു ഓൺലൈൻ മാപ്പ് മേടിച്ച് തന്നെ ആ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസിയായി സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാപ്പ് ക്വസ്റ്റ്യൻസ്. സോ അതൊരു പ്രാക്ടിക്കൽ സെൻസിൽ, കാരണം ജോഗ്രഫി എന്ന് പറയുന്നതിൽ പ്രാക്ടിക്കലും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമ്മുടെ നോർമൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാപ്പ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ഓരോ ഇയറിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണെന്നും അത് വർക്കൗട്ട് ചെയ്യുന്നതും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. സോ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2022 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. 31ാമത്തെ ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയതായിരുന്നു അന്ന്. 4 ചോദ്യങ്ങളുണ്ട്. 4 മാർക്ക് ചെയ്ത് എവിടെല്ലാമാണ് എന്ന് നമുക്ക് മാർക്ക് ചെയ്ത് തന്നെ പരിശോധിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നതാണ്. ഒരു സംശയവും കൂടാതെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് മിക്കപ്പോഴും ഒരു സ്റ്റേറ്റ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ഔട്ട്ലൈൻ മാപ്പ് ആയിരിക്കും തരുന്നത്, സ്റ്റേറ്റ്സ് കൂടിയുള്ള ഔട്ട്ലൈൻ മാപ്പ് ആയിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം സ്റ്റേറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ തെറ്റിക്കാതിരിക്കുക. കാരണം സ്റ്റേറ്റ് ഇല്ലാത്തതാകുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് ചെയ്യാം, പക്ഷേ സ്റ്റേറ്റ് ഉള്ളതാകുമ്പോൾ അതേ സ്റ്റേറ്റ് തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, നിങ്ങൾ അതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക നോർത്ത്, സൗത്ത്, ഈസ്റ്റ്. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എപ്പോഴും ഈസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റ്, അതുപോലെ തന്നെ ലെഫ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. അപ്പോൾ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നതാണ്, ഈ സ്റ്റേറ്റ് ആണ്. ഇതേതാണ് ഈ സ്റ്റേറ്റ്? അരുണാചൽ പ്രദേശാണ്. അപ്പോൾ എയുടെ ആൻസർ എന്താണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ, ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഇന്ത്യയുടെ ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ക്യാപിറ്റൽ ഇറ്റാനഗറാണ്. ക്യാപിറ്റൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് ഇന്ത്യ പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററായി വരുന്നതിനകത്ത് ഇന്ത്യ ലൊക്കേഷനകത്ത് ഇപ്പോൾ ക്യാപിറ്റൽ സ്റ്റേറ്റ്സും പഠിക്കണം, ക്യാപിറ്റലും സ്റ്റേറ്റ്സും പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അരുണാചൽ പ്രദേശ്, ഇറ്റാനഗർ മാർക്ക് ചെയ്യേണ്ട. എനിവേ അരുണാചൽ പ്രദേശ്, എയുടെ ഉത്തരം അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി സൂര്യൻ ഉദിക്കുന്നതും അരുണാചൽ പ്രദേശിലാണ്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ അരുണാചൽ പ്രദേശാണ് ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ്. ഇനി വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്താണ്. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഇവിടെ വരുന്നത് ഗുജറാത്താണ്. വെസ്റ്റേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഗുജറാത്താണ്. നോർത്തേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൽ ഇപ്പോൾ അത് യൂണിയൻ ടെറിട്ടറിയാണ്, ലഡാക്കാണ് ഇവിടെ. അതുപോലെ തന്നെ താഴെയാണെങ്കിൽ നമുക്ക് കന്യാകുമാരി വരുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട് മാർക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഈസ്റ്റേൺ മോസ്റ്റും വെസ്റ്റേൺ മോസ്റ്റും ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഈസ്റ്റേൺ മോസ്റ്റ് 2022 ചോദിച്ചിരുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു GK കൂടിയാണ്. ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലാർ ഇന്ത്യ, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്നതാണ്. ഇന്ത്യയിൽ ഉയരം കൂടിയ കൊടുമുടി നമുക്കറിയാം. നേരത്തെ നമ്മൾ K2 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചിരുന്നു, മൗണ്ട് K2. പക്ഷേ ഇപ്പോൾ K2 ഒക്കെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലായതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്, മൗണ്ട് കാഞ്ചൻജംഗ. സിക്കിം നേപ്പാൾ ബോർഡറിലായിട്ട് വരുന്നതാണ്. പക്ഷേ ഇവിടെ അതല്ല ചോദ്യം. ഇവിടുത്തെ ചോദ്യം എന്താണ്? ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലാർ ഇന്ത്യ, ഉപദ്വീപീയ ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് എന്നതാണ്. ഒരു സംശയം കൂടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. കേരളത്തിലാണ്, നമുക്ക് അഭിമാനകരമായി നമ്മുടെ കേരളത്തിലുള്ള ആനമുടിയാണ്, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ മാപ്പ് ഇതുണ്ട്, സ്റ്റേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് മാപ്പിൽ, പക്ഷേ ജില്ലകളില്ല. ഏകദേശം സെൻട്രലായിട്ട് വരും. നിങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട് ബോർഡറായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യാം. ആനമുടിയാണ് ആൻസർ കേട്ടോ. ആനമുടിയാണ് ആൻസർ. ഓക്കെ, സോ കേരളത്തിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ മതി. പക്ഷേ കുറച്ച് നിങ്ങൾ ഈ ഒരു തമിഴ്നാട് ബോർഡറായിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏകദേശം സെൻറ്റർ ആയിട്ടൊക്കെ മാർക്ക് ചെയ്യുക. കേരളത്തിൻ്റെ ഏകദേശം സെൻട്രലായിട്ടൊക്കെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. ആനമുടിയാണ് ബിയുടെ ഉത്തരം. ബി എന്ന് പറയുന്നത് ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലർ ഇന്ത്യ, ആനമുടി. കേരളത്തിൽ തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അന്ന് ചോദിച്ചിരുന്നത് ദ ഡെസേർട്ട് ലൈസ് ഇൻ നോർത്ത് വെസ്റ്റ് ഓഫ് ആരവലി ഹിൽസ്. സ്ഥിരം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ആരവലി കുന്നുകളുടെ
വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതെന്ന്. ഇപ്പോൾ ഈവൻ ആരവലി കുന്നുകളെന്നോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറെന്നോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇന്ത്യയിലാകെ ഒരു മരുഭൂമി ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അത് താർ ഡെസേർട്ട് ആണ്. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന താർ ഡെസേർട്ട് ആണ്. അപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വലിയ സംസ്ഥാനമാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു പാകിസ്ഥാൻ ബോർഡറായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യും. ഇവിടെ എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ മതി, കാരണം ഇതെല്ലാം ഈ ഒരു ഭാഗം മൊത്തം താർ ഡെസേർട്ട് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഷെയ്ഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇട്ടിട്ടോ മാർക്ക് ചെയ്യുന്നതാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഓർ താർ ഡെസേർട്ട് എന്ന് എഴുതുക. ഓക്കെ, കാരണം ഡയറക്റ്റായിട്ട് ഒന്നും അല്ല ചോദിക്കുന്നത്. ഇപ്പം നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അരുണാചൽ പ്രദേശ് മാർക്ക് ചെയ്യാനല്ല ചോദിച്ചത്, രണ്ടാമത്തെ ചോദ്യം ആനമുടി മാർക്ക് ചെയ്യാനല്ല. പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലാർ ഇന്ത്യ, ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും കിഴക്കത്തെ സംസ്ഥാനം ഏത്, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു GK പോലെ അതിൻ്റെ ഉത്തരം അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഉത്തരം അറിഞ്ഞാലേ നിങ്ങൾക്ക് കൃത്യമായി ഇവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കും. ലൊക്കേറ്റ് ആൻഡ് ലേബിളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ അവിടെ എഴുതുക. അതുപോലെ മാപ്പ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ മാപ്പിൻ്റെ അടുത്ത് തന്നെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ ABCD ഇട്ട് എഴുതിയിട്ട് മാപ്പിലൊന്നും മാർക്ക് ചെയ്യാതിരിക്കരുത്. കാര്യം മാപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, മാപ്പിൽ തന്നെ ലൊക്കേറ്റ് ആൻഡ് ലേബിളാണ്. ഇതേപോലെ തന്നെ മാപ്പിൽ എഴുതുക. ഇപ്പം നിങ്ങൾക്ക് എഴുതാം, പേപ്പറിലോട്ട് എഴുതുന്നതിന് തെറ്റില്ല. പക്ഷേ ആക്ച്വലി കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത് മാപ്പിൽ തന്നെ എന്ത് ചെയ്യുക, ABCD ഇട്ട് ഇതേ കണക്ക് മാർക്ക് ചെയ്ത് എഴുതുക. അകത്ത് എഴുതുന്നതിനേക്കാളും നല്ലത് ഒരു ലൈൻ ഇട്ട് പുറത്തോട്ട് ആ കറക്റ്റ് ഓപ്ഷൻ എഴുതിയിട്ട് അതിൻ്റെ ഉത്തരം കൂടി മാപ്പിൻ്റെ അടുത്ത് തന്നെ എഴുതി വെക്കുന്നതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇട്ടിട്ട്, കാരണം 31st ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പോൾ 31st എന്ന് തന്നെ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിനകത്ത് കൊണ്ട് മാപ്പിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് A എന്നിങ്ങനെ മാർക്ക് ചെയ്യാം. അരുണാചൽ പ്രദേശ് എഴുതിയിട്ട് അരുണാചൽ പ്രദേശ് ആൻസർ ഷീറ്റിൽ എഴുതാം. പക്ഷേ ശരിയായ രീതി ഇങ്ങനെ തന്നെ എഴുതുന്നതാണ്. കറക്റ്റ് അതിൻ്റെ അടുത്ത് തന്നെ ആൻസർ അങ്ങ് എഴുതി പോകുന്നതാണ് ശരിയായ രീതി. അപ്പോൾ ഈ രീതി തന്നെ നിങ്ങൾ എഴുതുക, കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അടുത്ത D ആയിട്ട് ചോദിക്കും. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷിത ജൈവമണ്ഡലം ഏത് എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷിത ജൈവമണ്ഡലം, ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. വീണ്ടും കേരള തമിഴ്നാട് ബോർഡറിലായിട്ടാണ്, പക്ഷേ തമിഴ്നാട്ടിലോട്ട് ചേർത്ത് മാർക്ക് ചെയ്യുക, ഏകദേശം ഈ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുക. നീൽഗിരീസ് ആണ്. ഡിയുടെ ഉത്തരം എന്ന് പറയുന്നത് നീൽഗിരീസ്. ഓക്കെ, നീൽഗിരീസ് ആണ് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, തമിഴ്നാട് കേരള ബോർഡർ ആണെങ്കിൽ തമിഴ്നാട്ടിലോട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. തമിഴ്നാടിൻ്റെ അവിടെ ആയിട്ട് മാർക്ക് ചെയ്യും. നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് മാർക്ക് ചെയ്താലും കറക്റ്റ് തന്നെയാണ്. ഏകദേശം ഈ കേരള തമിഴ്നാട് കർണാടകയുടെയൊക്കെ സെൻട്രലായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് വരും. തമിഴ്നാട്ടിലോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നാലാമത്തെ മാപ്പ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം നീൽഗിരീസ്. ഇപ്പോൾ ഈ 4 ചോദ്യങ്ങളും 2022 മോഡലിൽ ചോദിച്ചതാണ്. അപ്പോൾ ഇത് തന്നെ ഇനി അടുത്ത വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കത് കാണാം ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലാർ ഇന്ത്യ, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ഡെസേർട്ട് ആണ്. നോർത്ത് വെസ്റ്റ് ഓഫ് ആരവലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി എന്ന് പറയുന്നത് താർ ഡെസേർട്ട് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ്, ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷിത ജൈവമണ്ഡലം ഏത്? നീൽഗിരീസ് ആണ്. തമിഴ്നാട് സ്ഥിതി ചെയ്യുന്ന നീൽഗിരീസ് ആണ്. ഇത്രയുമാണ് 22-ൽ ചോദിച്ചത്. ഇനി നമുക്ക് 23-ലെ ഇംപ്രൂവ്മെന്റ് സേ പരീക്ഷയിൽ ചോദിച്ച മാപ്പ് ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. അന്ന് 27ാമത്തെ ചോദ്യമായി ചോദിച്ചതാണ്. അവിടെ 4 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തത് an important latitude that passes through almost middle of the country, ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിലൂടെ തന്നെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത് എന്നതായിരുന്നു ചോദ്യം. ഒരു സംശയവും കൂടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾ വരച്ചിനെ മാർക്ക് ചെയ്യാമെങ്കിൽ ഗുജറാത്ത്, മധ്യപ്രദേശ് ആ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ ഈ രീതിയിൽ വരച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് 23.5 ഡിഗ്രി, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. നോർത്ത് ആൻസർ എന്ന് പറയുന്നത് എയുടെ ഉത്തരം ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, മലയാളത്തിൽ ഉത്തരായന രേഖയാണ് എൻ്റെ ഉത്തരം. ഇന്ത്യയുടെ സെൻട്രലിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്, ഇന്ത്യയിലെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? ഉത്തരായന രേഖ, ഇംഗ്ലീഷിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി നോർത്ത് എന്നിട്ടാൽ മതി, നോർത്ത്. ഓക്കെ, അതായിരുന്നു അന്നത്തെ ആദ്യത്തെ ചോദ്യം. ഈ കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെന്റിൽ ചോദിച്ച ചോദ്യമായിരുന്നു. രണ്ടാമതെന്ന് ചോദിച്ചത് ദ സ്ട്രെയ്റ്റ് ദാറ്റ് സെപ്പറേറ്റ്സ് ഇന്ത്യ ഫ്രം ശ്രീലങ്ക, ഈ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലൂടെ കടന്നു പോകുന്ന കടലിടുക്ക്, അല്ലെങ്കിൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്ക് ഏത് എന്നതായിരുന്നു സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത്.
ഒരു സംശയവും കൂടാതെ എഴുതാം. നിങ്ങൾക്ക് തരുന്ന മാപ്പിൽ ശ്രീലങ്കയും കാണാം. ശ്രീലങ്ക കുറച്ചുകൂടി താഴോട്ടായിട്ട് ഇവിടെ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് പാക് സ്ട്രേറ്റ്, ഉത്തരം എന്ന് പറയുന്നത് PALK ആണ്. ഇംഗ്ലീഷിൽ എഴുതുന്നത് ശ്രദ്ധിക്കുക, PAK അല്ല, PALK ആണ്. പാക് സ്ട്രേറ്റ് എന്ന് എഴുതുക. മലയാളത്തിൽ പാക് സ്ട്രേറ്റ് എന്ന് തന്നെ എഴുതാം, പാക് എന്ന് എഴുതിയാൽ മതി, പാക് സ്ട്രേറ്റ്. ഓക്കെ, സോ ശ്രീലങ്കയും കൂടി കാണും നിങ്ങളുടെ മാപ്പിൽ. അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാറും ലക്ഷദ്വീപും കാണും നിങ്ങൾക്ക് തരുന്ന മാപ്പിൽ. ഇതിലിപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇന്ത്യയുടെ സ്റ്റേറ്റ് മാത്രമുള്ളൊരു മാപ്പാണിത്. പക്ഷേ നിങ്ങൾക്ക് തരുന്നതിൽ ശ്രീലങ്ക കാണാം. താഴെയുള്ള ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഒരു ദ്വീപ് അയൽരാജ്യമാണ് ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്ക തൊട്ട് താഴെയായിട്ടായിരിക്കും. ശ്രീലങ്കയ്ക്കും ഇന്ത്യയിൽ ഒരു ഗ്യാപ്പ് ഇടയിൽ കാണും. അവിടെ നിങ്ങൾ പാക് സ്ട്രേറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ട് എഴുതുക. മൂന്നാമത്തെ ചോദ്യം വീണ്ടും കണ്ടോ, റിപ്പീറ്റ്. കഴിഞ്ഞ വർഷം അതായത് 22-ലെ മോഡലിൽ ചോദിച്ചത് 23-ലെ ഇംപ്രൂവ്മെന്റിൽ റിപ്പീറ്റ് വന്നു. ഡെസേർട്ട് ഇൻ നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. പക്ഷേ ഇവിടെ ആരവലി കുന്നുകളൊന്നും പറയുന്നില്ല. പക്ഷെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഇന്ത്യയിൽ ഏക മരുഭൂമി, ഒറ്റൊരു മരുഭൂമിയേ ഉള്ളൂ, അത് താർ ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് കാണിക്കാം. ഏത് മരുഭൂമിയാണ്? സി എന്ന് പറയുന്നത് താർ ഡെസേർട്ട്. വീണ്ടും താർ ഡെസേർട്ട് ഉണ്ടോ, റിപ്പീറ്റ് വന്നുണ്ടോ? അതേ ചോദ്യം വീണ്ടും ചോദിച്ചിരിക്കുന്നു തൊട്ടടുത്ത വർഷം തന്നെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്ന, സാധാരണ റിപ്പീറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് അല്ലെങ്കിൽ വലിയ ഉപദ്വീപീയ നദി ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഗോദാവരിയാണ്. ദക്ഷിണ ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന ഗോദാവരിയാണ്. വളരെ നീളം കൂടി, ഗംഗ കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. അപ്പോൾ അത്രയും നീളമുള്ളത് കൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ നിന്നാണ് തുടങ്ങുന്നത്. മഹാരാഷ്ട്രയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ ഒഴുകി ആന്ധ്രാപ്രദേശിലൂടെ ബംഗാൾ ഉൾക്കടലിൽ അവസാനിക്കും. അപ്പോൾ ഏകദേശം ഇത്രയും ദൂരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വരയ്ക്കാം. ഇവൻ ഇത്രയും നീളം വരച്ചില്ലെങ്കിലും ഏകദേശം ആന്ധ്രാപ്രദേശിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ട്രിബ്യൂട്ടറി, കുറേ ട്രിബ്യൂട്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡെൽറ്റയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഗോദാവരി അവസാനിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി തെലങ്കാന വഴിയെല്ലാം കടന്ന് ആന്ധ്രാപ്രദേശ് വഴിയാണ് ഗോദാവരി അവസാനിക്കുന്നത്. സോ ഗോദാവരിയാണ് ഉത്തരം, ഡി ഗോദാവരി. ഓക്കെ, സോ ഇത്രയും 4 ചോദ്യങ്ങൾ. ഒന്നാമത്തത് ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, സെൻട്രലിലൂടെ ഒരു ലൈൻ വരച്ചിട്ട് നിങ്ങൾക്കത് കാണിക്കാം. രണ്ടാമത് ചോദിച്ചത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്ക് പാക് സ്ട്രേറ്റ് ആണ്, പാക് കടലിടുക്കാണ്. മൂന്നാമത്തെ ചോദ്യം റിപ്പീറ്റ് ചോദ്യമായിരുന്നു, താർ ഡെസേർട്ട്, ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി. അവസാനമായി എന്ന് ചോദിച്ചിരുന്ന ചോദ്യം ഗോദാവരിയാണ് ഉത്തരം. ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ, ഉപദ്വീപ നദികളിൽ ഏറ്റവും വലുത് എന്നതായിരുന്നു ഗോദാവരി. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി 2023-ലെ മോഡലിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്നാണ്. ഒന്നാമത്തെ ചോദ്യം, ദ കോറൽ ഐലൻഡ് ഗ്രൂപ്പ് സിറ്റുവേറ്റഡ് ഇൻ അറേബ്യൻ സീ നിയർ ടു കേരള കോസ്റ്റ്, കേരള തീരത്തിനോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന പവിഴ ദ്വീപ് സമൂഹം ഏത് എന്നതായിരുന്നു. കോറൽ ഐലൻഡ് ഗ്രൂപ്പ്, പവിഴ ദ്വീപ് സമൂഹം ഏത് എന്നതായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് കിട്ടുന്നതിനകത്ത് ലക്ഷദ്വീപ് അല്ലെങ്കിൽ ഇതേ കണക്ക് ഇവിടെ ഐലൻഡ്സ് കാണിച്ചിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ആൻഡമാൻ നിക്കോബാറും ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ശ്രീലങ്ക എല്ലാം കാണും ഇവിടെ ഇങ്ങനെ ആൻഡമാൻ നിക്കോബാറും അതുപോലെ തന്നെ ഇവിടെ ലക്ഷദ്വീപും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ലക്ഷദ്വീപാണ്, കേരള കോസ്റ്റിനോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ഉത്തരം ലക്ഷദ്വീപാണ്, ലക്ഷദ്വീപ്. ഓക്കെ, ലക്ഷദ്വീപ്, ലക്ഷദ്വീപ് എന്ന് എഴുതുക. അറബിക്കടലിൽ അപ്പോൾ കേരളത്തിനോട് ചേർന്നാണ്, അപ്പോൾ പടിഞ്ഞാറായിട്ട് ഇങ്ങോട്ട് സ്ഥിതി ചെയ്യുന്ന അതാണ് ലക്ഷദ്വീപ് ഐലൻഡ്സ്, കേരളത്തിനോട് ചേർന്ന് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പം ബേ ഓഫ് ബംഗാൾ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ്. പക്ഷേ അത് പവിഴ ദ്വീപ് സമൂഹമല്ല എന്നും കൂടി ഓർക്കുക. പവിഴ ദ്വീപ് സമൂഹം ലക്ഷദ്വീപാണ്. ഇനി ദാണ്ട വീണ്ടും റിപ്പീറ്റ് വന്നിരിക്കുന്നു. ബി ക്വസ്റ്റ്യൻ ബി നോക്കൂ, ലാർജസ്റ്റ് റിവർ പെനിൻസുലർ ഇന്ത്യ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഏത് എന്ന് വീണ്ടും ചോദിച്ചിരിക്കുന്നു. വർഷം 23-ലും മോഡലിലും ഇംപ്രൂവ്മെന്റിലും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഗോദാവരിയാണ് ഉത്തരം. മഹാരാഷ്ട്രയിൽ നിന്ന് തെലങ്കാന വഴി ആന്ധ്രാപ്രദേശിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കുക. ബി എന്ന് പറയുന്നത് ഗോദാവരി. ഇതേപോലെ റിപ്പീറ്റ് മിക്ക വർഷവും ചോദിക്കാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും റിപ്പീറ്റ് വരാറുണ്ട്. ഇനി അടുത്ത ചോദ്യം വീണ്ടും റിപ്പീറ്റ് വന്നിരിക്കുന്നു. ഡെസേർട്ട് ലൈസ് ടു നോർത്ത് വെസ്റ്റ് ഓഫ് ആരവലി ഹിൽസ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ 2022 മോഡലിൽ വന്നു, 2023 മോഡലിലും വന്നു. സെയിം ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ റിപ്പീറ്റ് ചോദിച്ചിരിക്കുന്നു. വീണ്ടും ഒരു സംശയം കൂടാതെ മാർക്ക് ചെയ്യാം. ഡെസേർട്ട് എന്ന് പറയുന്നത് താർ ഡെസേർട്ട് ആണ്. ഓക്കെ, സി വീണ്ടും താർ ഡെസേർട്ട്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ താർ ഡെസേർട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് 2023 മോഡലിൽ ചോദിച്ചത് എ മേജർ ഫോറസ്റ്റ് ടൈപ്പ് എക്സ്റ്റെൻസീവ്ലി ഫൗണ്ട് ഓൺ വെസ്റ്റേൺ സ്ലോപ്സ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. പശ്ചിമഘട്ടത്തിന്റെ
പടിഞ്ഞാറായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രധാന വന ഇനമേത് എന്നതായിരുന്നു. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ കേരളത്തിനും തമിഴ്നാടിനുമൊക്കെ ബോർഡറായിട്ട് പോകുന്നതാണ്, ഇവിടെ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് കാണിക്കാൻ സാധിക്കും. കേരളത്തിൻ്റെ തമിഴ്നാടിന് കേരളത്തിൻ്റെ കിഴക്കോട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാം. ഉത്തരം എന്ന് പറയുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ആൻസർ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഓക്കെ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അതാണ് ആൻസർ. അപ്പോൾ കേരളത്തിനും തമിഴ്നാടിനും ഒക്കെ ഒരു ബോർഡറായിട്ട് ഇങ്ങനെ ഇത്, കാരണം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വെസ്റ്റേൺ ഗട്ട്സ് പാസ് ചെയ്യുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു സൈഡ് മാർക്ക് ചെയ്താൽ മതി, ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഡി എന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ എഴുതുക. അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2023 ക്വസ്റ്റ്യൻസ് ഇതൊക്കെയായിരുന്നു. ഇനി നമുക്ക് 2023 ബോർഡ് എക്സാം, +1 ബോർഡ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വീണ്ടും റിപ്പീറ്റ് വന്നിരിക്കുന്നു. ദ ഹയസ്റ്റ് പീക്ക് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, പെനിൻസുലാർ പ്ലേറ്റു. 2-1 തന്നെയാണ്. പെനിൻസുലാർ ഇന്ത്യയിലെ പെനിൻസുലാർ പ്ലേറ്റു, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഉത്തരം അത് തന്നെ നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. ആനമുടി, കേരളത്തിൽ ഏകദേശം ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുക. എ എന്ന് പറയുന്നത് ആനമുടി. വീണ്ടും റിപ്പീറ്റ്. അടുത്ത ചോദ്യം ഏതാണ്? ദ ഒൺലി വോൾക്കാനിക് ഐലൻഡ് ഓർ വോൾക്കാനോ ഇൻ ഇന്ത്യ, ഒൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ, അതായിരുന്നു ചോദ്യം. ദ ഒൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടെ വീണ്ടും ഓർമ്മപ്പെടുത്തു, നിങ്ങൾക്കൊരു മാപ്പിനകത്ത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഉള്ള മാപ്പ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ കുറച്ച് മുകളിലായിട്ട് ആ ദ്വീപിൽ തന്നെ മാർക്ക് ചെയ്യണം. ബാരൻ ഐലൻഡ് ആണ് ഉത്തരം എന്ന് പറയുന്നത്. ബി, ബാരൻ ഐലൻഡ് ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ ഏതെങ്കിലും ഒരു ഐലൻഡിനകത്ത് എഴുതിയാൽ മതി. പക്ഷേ സെൻട്രലായിട്ട് വരുന്ന ഐലൻഡ് ആണ് ബാരൽ ഐലൻഡ്. ഏകദേശം ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കണക്ക് തന്നെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഒരു ഐലൻഡ് ആണ്. എങ്കിലും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും, മാർക്ക് കിട്ടും. കാരണം ആൻഡമാനിലാണ് ഏക ആക്റ്റീവ് വോൾക്കാനോ, അതായത് സജീവമായിട്ടുള്ള ഇന്ത്യയിലെ ഏക ആക്റ്റീവ് പർവ്വതം എന്ന് പറയുന്നത് ബാരൻ ദ്വീപാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി, ബാരൽ ഐലൻഡ് ആണ് ആൻസർ. സി, ഇതാണ്ട് വീണ്ടും റിപ്പീറ്റ്, ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ. വീണ്ടും റിപ്പീറ്റ് വരുന്ന ചോദ്യമാണ്. 3 വട്ടം ഇപ്പം റിപ്പീറ്റ് വന്നു. ഉപദ്വീപ് നദിയിൽ ഏറ്റവും വലുത്, വീണ്ടും റിപ്പീറ്റ് വന്നിരിക്കുന്നു. ഗോദാവരി. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് തെലങ്കാന വഴി ആന്ധ്രാപ്രദേശ് വരെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. സി, ഗോദാവരി. വീണ്ടും റിപ്പീറ്റ്, ഗോദാവരി. അടുത്ത ചോദ്യം, ദ റീജിയൻ ഇൻ വെസ്റ്റ് ബംഗാൾ വെയർ മാംഗ്രൂവ് ഫോറസ്റ്റ് ആർ എക്സ്റ്റെൻസീവ്ലി ഫൗണ്ട്, അതായത് പശ്ചിമ ബംഗാളിൽ കണ്ടൽക്കാടുകൾ കൂടുതൽ കാണപ്പെടുന്ന മേഖല ഏത് എന്നതാണ്. ഇത് വേറെ രീതിയിലും ചോദിക്കാം. ലോകത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ ഡെൽറ്റ ഏതെന്നും ചോദിക്കാം. ഇതാണ് വെസ്റ്റ് ബംഗാൾ. ബംഗ്ലാദേശിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ബംഗ്ലാദേശാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ബംഗ്ലാദേശിനും വെസ്റ്റ് ബംഗാളിനും ഒക്കെ ഒരു അതിർത്തിയായിട്ട് ഈ കടലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുക. ആൻസർ എന്ന് പറയുന്നത് സുന്ദർബൻസ് ആണ്. കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ ഇതൊരു ഡെൽറ്റയും കൂടിയാണ് സുന്ദർബൻസ്. ഗംഗയും ബ്രഹ്മപുത്രയും കൂടി രൂപപ്പെടുത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ്. സോ വെസ്റ്റ് ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിൽ, വെസ്റ്റ് ബംഗാളിലെ തന്നെ ഈ ഒരു കോസ്റ്റൽ ഏരിയ തീരപ്രദേശത്തോട് ചേർത്ത് മാർക്ക് ചെയ്താൽ മതി. സുന്ദർബൻസ് ആണ്. അപ്പോൾ ഡിയുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2024 മോഡലിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതെല്ലാം വന്ന് നോക്കാം. ദ സ്ട്രേറ്റ് വിച്ച് സെപ്പറേറ്റ്സ് ഇന്ത്യ ഫ്രം ശ്രീലങ്ക. ആദ്യത്തെ ചോദ്യമായി വന്നിരിക്കുന്നത് ഇന്ത്യ ശ്രീലങ്കയ്ക്കും നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് എന്നതായിരുന്നു. വീണ്ടും റിപ്പീറ്റ് ചോദ്യം തന്നെയാണ്, മുൻ വർഷം ചോദിച്ച ചോദ്യം തന്നെയാണ്. അപ്പോൾ ശ്രീലങ്കയുള്ള മാപ്പ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ശ്രീലങ്ക ഇവിടെ കാണും. അപ്പോൾ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായിട്ട് മാർക്ക് ചെയ്യുക. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, പാക് സ്ട്രേറ്റ്. ഓക്കെ, പാക് സ്ട്രേറ്റ്, പാക് കടലിടുക്ക് എന്ന് എഴുതുക. ഓക്കെ, പാക് സ്ട്രേറ്റ്. ശ്രീലങ്കയുള്ള മാപ്പ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. വിഷമിക്കേണ്ട, നിങ്ങൾ ശ്രീലങ്ക വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ആൻഡമാനും ലക്ഷദ്വീപും എല്ലാം ദ്വീപ് സമൂഹം എല്ലാം ഉള്ള മാപ്പ് തന്നെയാണ്, വിത്ത് സ്റ്റേറ്റ്സ് ഉള്ള മാപ്പ് തന്നെയാണ് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ശ്രീലങ്കയും കാണും. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ആ ഗ്യാപ്പ് ആ കടലിൽ തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. തമിഴ്നാട്ടിലോട്ടൊന്നും കയറ്റി മാർക്ക് ചെയ്യരുത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായി മധ്യത്തിലായി തന്നെ മാർക്ക് ചെയ്യുക. ഉത്തരം പാക് സ്ട്രേറ്റ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അറേബ്യൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം. ദ ഐലൻഡ് ഗ്രൂപ്പ് വിച്ച് ലൈസ് ഇൻ അറേബ്യൻ സീ. വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നേരത്തെ ചോദിച്ചതിൽ പവിഴ ദ്വീപ് സമൂഹം എന്നൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അതില്ല. പക്ഷേ ദ്വീപ് സമൂഹം ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ലക്ഷദ്വീപ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അറേബ്യൻ സീയിൽ. സോ അത് ലക്ഷദ്വീപ് ആണെന്ന് കൃത്യമായി എഴുതുക. സോ ബിയുടെ ഉത്തരം ലക്ഷദ്വീപ്. ഓക്കെ, ലക്ഷദ്വീപ്.
ഐലൻഡ്സ് എന്ന് എഴുതുക കേട്ടോ, ലക്ഷദ്വീപ് ഐലൻഡ്സ്. അപ്പോൾ അതായിരുന്നു ഉത്തരം, അറേബ്യൻ സീയിൽ. പിന്നെ ബേ ഓഫ് ബംഗാൾ ചോദിച്ചാൽ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, എന്തെഴുതണം? ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് എഴുതണം. ഇനി വീണ്ടും റിപ്പീറ്റ്, ഇതുവരെ നമ്മൾ കാണാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സാധാരണ ലാർജസ്റ്റ് പെനിൻസുലർ റിവർ ആണ് ചോദിച്ച് കാണാറുള്ളത്, പക്ഷേ ഇവിടെ മറ്റൊരു റിവർ ചോദിച്ചിരിക്കുന്നു. ലാർജസ്റ്റ് റിവർ സിസ്റ്റം ഓഫ് രാജസ്ഥാൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജസ്ഥാനിലുള്ള ഏക റിവർ എന്ന് പറയുന്നത് ലൂണിയാണ്. അപ്പോൾ രാജസ്ഥാൻ്റെ അകത്ത് തന്നെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ലൂണി എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് സി, ലൂണിയാണ്. ലൂണി, LUNI, ലൂണി. ഓക്കെ, രാജസ്ഥാനിലുള്ള ഏക ഒരു പ്രധാന റിവറും എന്ന് പറയുന്നതും ലൂണി തന്നെയാണ്. സോ അതുകൊണ്ടാണ് ദ മേജർ റിവർ സിസ്റ്റം ഇൻ രാജസ്ഥാൻ. ടെക്സ്റ്റിൽ ഡയറക്റ്റ് അതേ സെൻറ്റൻസ് തന്നെ ചോദിച്ചിരിക്കുകയാണ് NCERT ടെക്സ്റ്റിൽ. അപ്പോൾ ലൂണിയാണ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് വന്നിരിക്കുന്നു, പക്ഷെ ഒന്ന് ഫർണിഷ് ചെയ്ത് നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി ചോദിച്ചിരിക്കുകയാണ്. മാംഗ്രൂവ് ഫോറസ്റ്റ് ഹൈലി ഡെവലപ്ഡ് ഏരിയ ഇൻ വെസ്റ്റ് ബംഗാൾ. ചോദ്യം എന്ന് പറയുന്നത് റീജിയൻ ഇൻ വെസ്റ്റ് ബംഗാൾ വേർ മാംഗ്രൂവ് ഫോറസ്റ്റ് ആർ എക്സ്റ്റെൻസീവ്ലി ഫൗണ്ട് എന്നാണെങ്കിൽ, ഇവിടെ വരുമ്പോൾ പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം എന്നാണ്. പക്ഷേ രണ്ടിനും ഉത്തരം ഒന്ന് തന്നെയാണ്. ഏകദേശം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിനും ഏകദേശം സെൻട്രലായിട്ട് വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് D, സുന്ദർബൻസ് എന്ന് എഴുതുക. ഓക്കെ, സുന്ദർബൻസ്. സോ വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, മിക്ക ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് തന്നെ വരുന്നുണ്ട് എന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് മാപ്സ് ഏതൊക്കെയാണ്, അതുപോലെ അതിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പോൾ ഇതുവരെ കണ്ടു വന്നതിൽ നിന്ന് ഈ നമ്മുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2-3 വട്ടം ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ദ താർ ഡെസേർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന രാജസ്ഥാൻ്റെ ഈ ഒരു വടക്ക് പടിഞ്ഞാറായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന താർ മരുഭൂമി ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം, മൗണ്ട് കാഞ്ചൻജംഗ. സിക്കിം ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ സിക്കിമിനും നേപ്പാളിനും ബോർഡറായിട്ട് നിങ്ങൾക്ക് കാഞ്ചൻജംഗ മാർക്ക് ചെയ്യാം. ഇനി ഇതിൽ തന്നെ ആനമുടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ ഇവിടെയാണ് ആനമുടി. കേരള തമിഴ്നാട് ബോർഡറായിട്ട് കേരളത്തിൽ തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആനമുടി കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ സാധാരണ ചോദിക്കാറുള്ള മറ്റു ചോദ്യം K2 നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ മൗണ്ട് K2 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞ് ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. പക്ഷേ മൗണ്ട് കാഞ്ചൻജംഗ മാർക്ക് ചെയ്താലും ആൻസർ കറക്റ്റാണ്. K2 മാർക്ക് ചെയ്യാൻ, K2 ഏകദേശം ഈ ഒരു ലഡാക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് വരും. ഇനി മറ്റു ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിലങ്ങനെ അത്ര ടഫ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് മറ്റു ചോദിക്കാറില്ല. വിന്ധ്യ സത്പുരാസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. വിന്ധ്യാസ് ഇന്ത്യയും അതായത് വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ വിന്ധ്യ റേഞ്ച് ആണ് കേട്ടോ. വിന്ധ്യ റേഞ്ച് ഇങ്ങനെ പോകുന്നുണ്ട്, വിന്ധ്യ റേഞ്ച്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെ കടന്നു പോകുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ മറ്റങ്ങനെയുള്ള കൺഫ്യൂഷൻ. പിന്നെ ലക്ഷദ്വീപും ആൻഡമാനും എല്ലാം ഇതിൽ നിന്ന് തന്നെ ചോദിക്കുന്നതാണ്. ലക്ഷദ്വീപ് അറേബ്യൻ സീ അറബിക്കടലിലുണ്ട്. അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെ ഈ ഒരു മാപ്പിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻറ്റ് ഹിൽസ്. ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത് തന്നെയാണ്. ഇവിടെ ആരവലീസ് കാണാൻ സാധിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ തന്നെ ഇങ്ങനെ ഒരു ആർക്ക് രൂപത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. ആരവലീസ്, വിന്ധ്യാസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ചോട്ടാ നഗ്പൂർ പ്ലേറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ധാതു കലവറ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മേഖലയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചോട്ടാ നഗ്പൂർ പ്ലേറ്റു. അപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു താർ ഡെസേർട്ട് എന്നോ അല്ലെങ്കിൽ വിന്ധ്യാസ് എന്നോ ആൻഡമാൻ എന്നോ ഒന്നും അല്ല ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനിലൂടെ ആണ് ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. അപ്പോൾ ഇന്ത്യയുടെ ധാതു കലവറ എന്നൊക്കെ അറിയപ്പെടുന്ന ചോട്ടാ നഗ്പൂർ പ്ലേറ്റു ഇവിടെയാണ്. ഈസ്റ്റേൺ ഗട്ട്സ്, ഇന്ത്യയുടെ പൂർവ്വഘട്ടം പശ്ചിമഘട്ടം എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇത്രയും നോക്കി വെച്ചേക്കുക. ഇനി അടുത്തത് നാച്ചുറൽ വെജിറ്റേഷൻ. കാരണം ഒരു എക്സാമിന് നമ്മൾ എന്ത് കണ്ടു, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖല നിത്യഹരിത വനം ചോദിച്ചു. അത് ഈ ഒരു മേഖലയാണ്. നിത്യഹരിത വനം ഇവിടെ ഇങ്ങനെ കാണപ്പെടുന്നു, പശ്ചിമഘട്ടത്തിനോട് തന്നെ കാണപ്പെടുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിലായിട്ടാണ് നിത്യഹരിത വനങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്വാം ഫോറസ്റ്റ്, നമ്മൾ കണ്ടൽക്കാടുകളെല്ലാം വരുന്നത് ഈ ഒരു മേഖലയിലാണ്. സുന്ദർബൻസ് ഒക്കെ അതുകൊണ്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇതിൽ നിന്നിപ്പോൾ നേരത്തെ ഒരു വർഷം ചോദിച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അതുപോലെ ആൻഡമാനിലും ലക്ഷദ്വീപിലും എന്തുണ്ട്, നിത്യഹരിത വനങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. കാരണം ദ്വീപ് സമൂഹങ്ങളിലും മഴ കൂടുതൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിത്യഹരിത വനങ്ങൾ അവിടെയും കാണുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട നദികളാണ്. കാരണം എല്ലാ വർഷവും നദികളിൽ നിന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സ്ഥിരം ചോദിക്കുന്നതാണ് നമ്മുടെ ഗോദാവരി തന്നെയാണ്. ഉപദ്വീപ് നദികളിൽ ഏറ്റവും വലുത് ദക്ഷിണഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന ഗോദാവരി മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിട്ട് ആന്ധ്രാപ്രദേശിലൂടെ അവസാനിക്കുന്നു. അപ്പോൾ ഗോദാവരി ഇവിടെ ഉണ്ട്.
ഈ ഒരു മേഖലയിൽ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഗോദാവരി. അതുപോലെ തന്നെ മഹാനദി അറിഞ്ഞിരിക്കുക. മഹാനദി ഒഡീഷ സംസ്ഥാനത്തിലൂടെ വന്നാണ് അവസാനിക്കുന്നത് മഹാനദി. കാവേരി നദി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, തമിഴ്നാട് വഴി ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് എല്ലാം കടലിനോട് ചേർത്ത് വരയ്ക്കുക, കടലിൻ്റെ ആ ഒരു ബോർഡർ വരെ വരയ്ക്കാൻ ശ്രമിക്കുക. കാവേരി നദി ഇവിടെ കാണാൻ സാധിക്കും. കൃഷ്ണ നദി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതും ആന്ധ്രാപ്രദേശിലൂടെ കർണാടകയിൽ ഉത്ഭവിച്ച് ആന്ധ്രാപ്രദേശിലൂടെ തന്നെ അവസാനിക്കുന്നതാണ് കൃഷ്ണ റിവർ ഇവിടെ കാണാൻ സാധിക്കും. അതേ കണക്ക് ലൂണി ഇതാണ്ട് നേരത്തെ കഴിഞ്ഞ വർഷം ഈ മോഡലിൽ ചോദിച്ച ചോദ്യമായിരുന്നു ലൂണി. രാജസ്ഥാനിൽ നമ്മൾ വരച്ചിരുന്നു ലൂണി. അതുപോലെ തന്നെ നർമ്മദ, മറ്റ് പ്രധാനപ്പെട്ട നർമ്മദ ചോദിക്കാറുള്ളത് പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട 2 നദികളേ ഉള്ളൂ. അത് നർമ്മദയും താപ്തിയുമാണ് അല്ലെങ്കിൽ തബിയുമാണ്. നർമ്മദ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തബി, തൊട്ട് താഴെ തബി അല്ലെങ്കിൽ താപ്തി 2 പേരിലും പറയാറുണ്ട്. തബി, നർമ്മദ രണ്ടും പ്രത്യേകത എന്ന് പറയുന്നത് ഉപദ്വീപ് നദികളിൽ ഭൂരിഭാഗം നദികളും കിഴക്കോട്ടാണ് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ അവസാനിക്കുന്നത്. പക്ഷേ അതിൽ വ്യത്യസ്തമായ 2 നദികളുണ്ട്, നർമ്മദയും തബിയും. ശരിക്കും സബർമതിയും ഉണ്ട്. സബർമതി എന്ന് പറഞ്ഞ നദി ഗുജറാത്തിലൂടെ ഒഴുകുന്ന നദിയാണ്. നിങ്ങൾ സബർമതി ആശ്രമമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഗാന്ധിജിയുടെ. അതിൻ്റെ അടുത്തുകൂടി ഒഴുകുന്നതാണ് സബർമതി റിവർ. സോ അതും ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട 2 മേജർ റിവേഴ്സ് നർമ്മദയും തബിയുമാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് പഠിച്ചേക്കുക. കാരണം 2 മഹാരാഷ്ട്ര ഗുജറാത്ത് ആ ഒരു ബോർഡറായിട്ട് മഹാരാഷ്ട്രയിലൂടെ കടന്നു പോകുന്ന 2 നദികളാണ്. ഇതെല്ലാം സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഗംഗ കാണാൻ സാധിക്കും. ഗംഗ ഇവിടെ കൂടി ഒഴുകി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ബംഗ്ലാദേശിലൂടെയും ഗംഗ ഒഴുകുന്നുണ്ട്. പക്ഷേ പ്രധാനമായും ഈ ചൈനയിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ കടന്ന് ബംഗ്ലാദേശിലൂടെ ഒഴുകി അവസാനിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു യൂട്ടേൺ ഒക്കെ എടുത്ത് ഇങ്ങനെ ഒഴുകി വരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അസമിലൂടെയൊക്കെ കടന്നു പോകുന്നു. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. സാധാരണ ഇപ്പം മുൻ വർഷങ്ങളിലെല്ലാം ചോദിക്കുന്ന ഗോദാവരി തന്നെയാണ് ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന രീതിയിൽ. അപ്പോൾ ഇത്രയും മാപ്പ് വർക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മുൻവർഷത്തെ ചോദ്യങ്ങൾ കണ്ടു. അതിൽ റിപ്പീറ്റ് തന്നെ ഒരു 4 ചോദ്യങ്ങളോളം റിപ്പീറ്റ് പല വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി വെച്ച് പഠിക്കുക. നിങ്ങൾക്കപ്പോൾ ഫുൾ മാർക്ക് മാപ്പിൽ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ ഒരു ഔട്ട്ലൈൻ മാപ്പ് വെച്ച് തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.